നമസ്കാരം. ഞാനിന്ന് പറയാൻ പോകുന്നത് ഫൈബ്രോമയാൾജിയ എന്ന് പറയുന്ന രോഗത്തെ പറ്റിയിട്ടാണ്. ശരീരമാസകലം രോഗിക്ക് വേദന അനുഭവിക്കുന്ന ഒരവസ്ഥയാണ് ഫൈബ്രോമയാൾജിയ. വൈഡ് സ്പ്രെഡായി മസ്കുലോസ്കെൽറ്റൽ പെയിനാണ് ഉണ്ടാകുന്നത്. കഴുത്ത്, താടിയെല്ല്, മുട്ട്, നടു തുടങ്ങിയ എല്ലാ സന്ധികളിലും വേദന ഉണ്ടാകുന്നു. വേദന കൂടാതെ അതികഠിനമായിട്ടുള്ള ക്ഷീണമാണ് ഇതിൻ്റെ മറ്റൊരു ലക്ഷണം. ഉറക്കമില്ലായ്മ, ഉറങ്ങി എണീറ്റാലും ഉന്മേഷക്കുറവ്, തലവേദന, ബവൽ മൂവ്മെൻറ്റ്സിന് വ്യത്യാസം ഉണ്ടാവുക. അതായത് ഒന്നുകിൽ കോൺസ്റ്റിപ്പേഷൻ ആയിരിക്കും, ഇല്ലെങ്കിൽ ലൂസ് മോഷൻ ആയിട്ടായിരിക്കും മോഷൻ പോകുന്നത്. ഉന്മേഷക്കുറവ്, ഉത്കണ്ഠ, വിഷാദം തുടങ്ങിയവ ഇതിൻ്റെ സിംറ്റംസ് ആയിട്ട് കാണാറുണ്ട്. 30 വയസ്സ് മുതൽ 65 വയസ്സിനിടയ്ക്കുള്ള സ്ത്രീകളിലാണ് ഇത് കൂടുതൽ കണ്ടുവരുന്നത്. ശരിക്കും പഠനങ്ങൾ തെളിയിക്കുന്നത് രോഗിയുടെ തലച്ചോറിൽ ചില രാസവസ്തുക്കളുടെ വ്യതിയാനക്കുറവ് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വേദന രോഗിക്ക് അനുഭവപ്പെടുന്നത്. സാധാരണ ഒരു വ്യക്തിക്ക് സ്പർശനമായിട്ട് തോന്നുന്നതിന് പകരം ഫൈബ്രോമയാൾജിയ ഉള്ള ഒരു രോഗിക്ക് അത് കഠിനമായിട്ടുള്ള വേദനയായിട്ടാണ് അനുഭവപ്പെടാറ്. ആയുർവേദത്തിൽ വേദന കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചികിത്സകളാണ് ചെയ്തു വരാറ്. എണ്ണയിട്ടുള്ള തടവൽ, കിഴി, സർവാംഗമായിട്ടുള്ള ധാര, അതായത് അനുയോജ്യമായ തൈലങ്ങളോ കഷായങ്ങളോ വെച്ചിട്ടുള്ള ധാര, അതുപോലെ മാനസിക സമ്മർദ്ദം, ഉറക്കക്കുറവ്, തലവേദന എന്നിവ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ശിരോധാര, നസ്യം, ശിരോപിജു തുടങ്ങിയവ വളരെ ഫലപ്രദമാണ്. യോഗ, പ്രാണായാമം, എക്സസൈസ് തുടങ്ങിയവ ശീലമാക്കുന്നത് രോഗിക്കുണ്ടാവുന്ന വേദന കുറയ്ക്കുന്നതിന് വളരെ സഹായകരമായിരിക്കും.